ശബരിമല തന്ത്രിയെ 8-9 മണിക്കൂർ തന്ത്രിയുടെ വീട്ടിൽ കണ്ഠരര് രാജീവിൻ്റെ വീട്ടിൽ പോയി പരിശോധിച്ചിട്ടും കുറേ പാസ്ബുക്കും കുറച്ച് പൈസയും കുറച്ച് പഴയ സ്വർണവും എല്ലാം കിട്ടിയതല്ലാതെ കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നൊരു വാർത്തയും പരക്കുന്നുണ്ട്. എന്നാൽ അത് എത്ര കണ്ട് സത്യമാണെന്നറിയില്ല. അതിൻ്റെ കാര്യകാരണ സഹിതങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അകത്ത് കിടക്കുകയാണ്. പക്ഷെ അകത്ത് കിടക്കുന്നതിന് അദ്ദേഹത്തിന് 120B ഉള്ളതുകൊണ്ടാണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത്, ഈ കേസ് അട്രാക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം അകത്ത് കിടക്കേണ്ടതല്ല, ജാമ്യം കിട്ടേണ്ടതാണ്. കോടതിയിൽ പോയ മജിസ്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് ജാമ്യം കിട്ടേണ്ടതാണ്. 120B കിടന്നുകൊണ്ടാണ് ജാമ്യം കിട്ടാത്തത്. പക്ഷെ പ്രശ്നം അതല്ല. അതൊക്കെ ഇന്നലെയും മിനിങ്ങാന്നുമായിട്ടൊക്കെ ചാനലുകളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മളെ വിഷയം അതല്ല. കണ്ഠരര് രാജീവ് എന്ന് പറയുന്ന ശബരിമലയിലെ തന്ത്രിക്ക് ശബരിമലയിൽ മുറി ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ വരുന്ന ആളുകളെയെല്ലാം 1 രൂപ നാണയം എടുത്ത് അവരെ നെറ്റിയിൽ വെച്ച് കൊടുത്തിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണമാക്കാൻ പാടുണ്ടോ? പാടില്ല. മേൽശാന്തിക്ക് അവിടെ മുറിയിരുന്ന ആളുകൾക്ക് പൈസ കൊടുത്ത് ആളുകളിൽ നിന്ന് പൈസ മേടിക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ ദക്ഷിണ മേടിക്കാൻ പാടുണ്ടോ? 50 രൂപ 100 രൂപ ദക്ഷിണ വാങ്ങിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണ എന്ന് പറഞ്ഞ് കെട്ടുകണക്കിന് രൂപ വാങ്ങിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിങ്ങനെ മേൽശാന്തി ആയാലും തന്ത്രി ആയാലും ശബരിമലയിൽ ചെയ്ത കൂടായികകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കർമ്മഫലം കൂടി ഉണ്ട്. അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് മകരവിളക്കിന് ഇത്രയും അടുത്ത ദിവസങ്ങളുള്ളപ്പോൾ ഒരു പ്രധാനപ്പെട്ട തന്ത്രി അകത്താകില്ല. അതാണ് അതിൻ്റെ ഒരു ആത്മീയത. ഇനി ഇതിൻ്റെ ഭൗതികത ചിന്തിച്ചാൽ എവിടെ കടകംപള്ളി സുരേന്ദ്രൻ? ഇന്നലെ അവധിയും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ? നാളെ മറ്റോ അറസ്റ്റ് ചെയ്യുമോ? അതോ രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമോ? SIT കടകംപള്ളിയെ പിടിക്കുമോ? അതുപോലെ പ്രശാന്തിനെ ചോദ്യം ചെയ്യുമോ? ബാക്കിയുള്ള നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്യുമോ എന്നറിയാൻ താല്പര്യമുണ്ട്. മന്ത്രിയെ ഒതുക്കാൻ തന്ത്രിയെ പിടിച്ചതാണോ? കാരണം കുറേ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്ത്രിയും കൂടെ വച്ച് പരിപാടി അങ്ങോട്ട് ക്ലോസ് ചെയ്യാം, പിന്നെ മന്ത്രിയുടെ അടുത്തോട്ട് പോകണ്ടല്ലോ എന്നുള്ള വല്ല പരിപാടിയാണോ? അതോ മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ? പ്രശാന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാമോ? പ്രശാന്തിൻ്റെ വീട് പാലുകാച്ചിനും പരിപാടികൾക്കുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുഖ്യമായി നിന്നതെന്നും അതുപോലെ പ്രശാന്തിൻ്റെ വഴി മറ്റാളുകൾക്കും വലിയ സാധ്യത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും സോണിയാഗാന്ധിയെ പോയി കണ്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി, അടൂർ പ്രകാശിനെ കണ്ടിരിക്കുന്നു, പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധം പറയുന്നു. ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് കഥയില്ലല്ലോ. അതേസമയം നമ്മുടെ ആൻ്റണിയുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യുമോ? ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്യുമോ? ഇവരിൽ നിന്നെല്ലാം മൊഴിയെടുക്കുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും പിന്നെ തന്ത്രിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ അവരെ 3 കൂട്ടരെയും കസ്റ്റഡിയിൽ വാങ്ങി, തന്ത്രിയെ കൂടെ നാളെ കസ്റ്റഡിയിൽ വാങ്ങി 3 കൂട്ടരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ പല കാര്യങ്ങളും പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ മന്ത്രിയുടെയും തന്ത്രിയുടെയും ഈ സെലിബ്രിറ്റികളുടെയും ദേവസ്വം ബോർഡിൻ്റെ എല്ലാവരുടെയും കൂട്ടായ്മയിലാണോ ഇത് നടന്നത്? അതോ ചെറിയൊരു സംഘത്തിൻ്റെ കൂട്ടായ്മയിൽ അവർ വലിയ സംഘത്തെ പിടിക്കുകയായിരുന്നോ? ഇത് 3 കാര്യമാണ് അറിയേണ്ടത്. ഒന്ന്, ആരാണിത് ഡയറക്റ്റായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നവർ, ആരൊക്കെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടവർ, ആരൊക്കെയാണ് അവർക്ക് സപ്പോർട്ടേറ്റേഴ്സ് നിന്നവർ, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്തത് ആരാണ്, ആരുടെ കയ്യിലാണ് ഇപ്പോൾ തൊണ്ടി മുതലുള്ളത്, എത്ര തൊണ്ടി മുതലാണുള്ളത്, അതെവിടെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ രൂപം എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അത് ഈ രാജ്യത്തെ കഴിഞ്ഞ ദിവസം ഒരു IPS ഓഫീസർ, ദേവസ്വം വിജിലൻസ് കമ്മീഷണർ ആയിരുന്ന ഒരു IPS ഓഫീസർ വന്ന് പറഞ്ഞതുപോലെ അത് കേരളത്തിന് പുറത്ത് പോയതുകൊണ്ട്, മറ്റ് സ്റ്റേറ്റുകൾ ഉള്ളത് കൊണ്ട് CBI വരണ്ടേ, അല്ലെങ്കിൽ NIA വരണ്ടേ, പിന്നെ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്റർപോൾ വരണ്ടേ. ഇന്നിപ്പോൾ അമിത്ഷാ വന്നിട്ടുണ്ട്. പ്രതീകാത്മകമായി രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായ്ക്ക് കൊടുത്തത് അയ്യപ്പ വിഗ്രഹമാണ്. അപ്പം അയ്യപ്പൻ്റെ അവിടെ എന്ത് നടന്നു എന്ന് കൃത്യമായി തിരക്കുവാൻ കേന്ദ്ര ഏജൻസികളും വരും എന്നൊരു സൂചന അമിത്ഷാ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ED കേസെടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം കൂടി നീങ്ങുന്നത് വരാനിരിക്കുന്ന വലിയ ഗൂഢാലോചനയുടെ കഥകൾ നമുക്കറിയാൻ വേണ്ടി തന്നെയാണോ? അതോ എല്ലാം കൂടി പൊളിറ്റിക്കലി കോംപ്ലിമെൻ്ററി കോംപ്ലിമെൻറ്റ്സ് ആക്കുമോ?